എന്താണ് ഡബ്ല്യു സിറ്റിംഗ്? കുട്ടികൾ കാലുകൾ പിന്നോട്ടിട്ട് കാൽപാദം രണ്ടു വശത്തേക്കുമായി ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ കുട്ടിയാണ് ഈ ഡബ്ല്യു സിറ്റിംഗ് ഇരിക്കുന്നതെങ്കിൽ പ്രശ്നമേ ഇല്ല, അതിൽ അച്ഛനമ്മമാർ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു അസുഖം ബാധിച്ച കുട്ടിയാണെങ്കിൽ, അഥവാ സെറിബ്രൽ പാൾസി പോലത്തെ കണ്ടീഷനുകൾ ഉള്ള കുട്ടിയാണെങ്കിൽ, അതായത് മസിൽ ടൈറ്റ്നസ് ഉള്ള കുട്ടിയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചേ തീരൂ. നമുക്ക് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അതിനായി നമ്മൾ സ്ട്രെച്ചിങ്ങിലൂടെയും പൊസിഷനിങ്ങിലൂടെയും അതേപോലെ തന്നെ എക്സസൈസിലൂടെയും മാറ്റിയെടുക്കാവുന്നതാണ്. കുട്ടിയെ സ്റ്റെപ്പിന് മുകളിൽ ഇരുത്തുക, എന്നിട്ട് കാല് താഴേക്ക് തൂക്കിയിട്ടിരിക്കാൻ പറയുക. അതേപോലെ തന്നെ കുട്ടിയോട് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഇരിക്കാൻ പറയുക. അതേപോലെ ഇനി മറ്റുള്ള സ്ട്രെച്ചിങ് ചെയ്യാൻ നമുക്ക്, അതായത് കാല് രണ്ട് വശത്തേക്കും ഇട്ടിട്ടാണ് ഇരിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റായി ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ കുട്ടിയെ ഇരുത്താം. ഇനി അടുത്തതായി കാലിന്റെ എല്ലാ മസിലുകളും സ്ട്രെച്ച് ചെയ്യാം. അതായത് ഹാംസ്ട്രിങ് മസില്, അതേപോലെ തന്നെ കാഫ് മസില്, ക്വാഡ്സെപ്സ് മസിൽ, ഇവ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ.